അവിചാരിതമായി കിട്ടിയ മാന്തൈ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിച്ചു. വഴിയോര കച്ചവടക്കാരൻ്റെ വാക്കുകളിൽ വിശ്വാസമർപ്പിച്ച് വാങ്ങിയത് വെറുതെയായില്ല. നിറയെ കായ്ക്കുന്ന സാധാരണയേക്കാൾ വലിയ കായ്ഫലങ്ങൾ. മാവിന് ഭാരം താങ്ങാനാവാത്ത പോലെ വീടിന് അലങ്കാരമായി റോഡിലേക്ക് ചാഞ്ഞ് വൃക്ഷം അങ്ങനെ നിന്നു. വഴിയാത്രക്കാർ ഒന്നും നോക്കാതെ പോകാറില്ല. പഴുത്തു തുടങ്ങുമ്പോൾ വിളവെടുക്കാം എന്ന മട്ടിൽ നിർത്തിയിരിക്കുകയാണ്. കുറച്ച് കിളികൾക്കും ഭക്ഷണമാവട്ടെ എന്ന് കരുതി. അങ്ങനെയിരിക്കെ പതിവിന് വിപരീതമായി വീട്ടിലേക്ക് ആരോ കല്ലെറിയുന്ന പോലെ. കുറേ നാളായി. വല്ല വെള്ളയ്ക്കയും അടർന്നു വീഴുന്നതാവാമെന്നാണ് കരുതിയത്. പകൽ തുടങ്ങി രാത്രി 9 മണിക്കുള്ളിലാണ് ഇടവിട്ട സമയങ്ങളിൽ ഈ സംഭവം നടക്കുന്നത്. ജനാല ചില്ല വരെ പൊട്ടി. ചാത്തനേറ് എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിലൊന്നും ഒരു വിശ്വാസവുമില്ല. വീട്ടുകാർക്കും അങ്ങനെ തന്നെ. വല്ല കള്ളന്മാരുമാണോ എന്നായിരുന്നു ഭയം. വീട്ടിൽ സ്റ്റിക്കർ ഒട്ടിക്കലും മോഷണവുമൊക്കെ പതിവായിരിക്കുന്ന കാലമല്ലേ. പോരാഞ്ഞ് കൊട്ടേഷൻ സംഘങ്ങൾ തലങ്ങും വിലങ്ങും വിലസുന്ന കാലം. CCTV പകൽ സമയങ്ങളിലും ഓണാക്കി. നിർഭാഗ്യം, ആ സമയത്ത് ശബ്ദമൊന്നും കേൾക്കാനില്ല. ഇന്ന് കള്ളന്മാരെ കയ്യോടെ പിടികൂടണമെന്ന് വിചാരിച്ച് കർട്ടൻ നീക്കി ഗ്ലാസ് അലമാരിയിലൂടെ പുറത്തേക്ക് നോക്കി. രാത്രി 8 മണിയോടെ കലാപരിപാടി തുടങ്ങി. ഇരുവശത്തേക്ക് നീളുന്ന പാതയിൽ സൈക്കിൾ പ്രകടനം. പണ്ടുള്ള സർക്കസുകാരെ അനുസ്മരിപ്പിക്കും വിധം. ഒരു കൂട്ടം കുട്ടികൾ വന്ന് മാവിൽ കല്ലെറിയുന്നു. സൈക്കിൾ ഓടിച്ച് സ്പീഡിൽ മറയുന്നു. അതേപോലെ എതിർദിശയിൽ നിന്നും. സ്കൂൾ കുട്ടികളുടെ കോലാഹലങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത്. മാവിൽ നിന്നും മാങ്ങ മോഷ്ടിക്കുകയാണ് ലക്ഷ്യം. മോഷണ ശ്രമത്തിനുള്ള തത്രപ്പാടും. അതിനിടയിൽ ഉന്നം തെറ്റി കല്ല് വീട്ടിൽ വന്ന് പതിക്കുന്നതുമൊക്കെയായിരുന്നു പുറത്തെ ബഹളത്തിന് കാരണം. കൊച്ചു കള്ളന്മാർ മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയും.